ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ബാംഗ്ലൂർ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്കിന് ചുറ്റും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു പാർക്ക് പോലെ. അപ്പോൾ ഞാനും അനുപേട്ടനും കൂടി രാവിലെ അവിടെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇളനീര് വിൽക്കുന്നുണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അത് വാങ്ങി കുടിച്ചായിരുന്നു, കാരണം ഒത്തിരി ചൂടൊക്കെ അല്ലേ ഇപ്പോൾ. പിന്നെ അതിന് ശേഷം വീട്ടിലോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈസി ആയിട്ടുള്ള തക്കാളി ചട്നിയും അതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ തക്കാളി ചട്നിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തായിരുന്നു. പിന്നെ താളിച്ച് ഒഴിച്ചായിരുന്നു അതിനകത്തോട്ട്. അപ്പോൾ തക്കാളി ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈസി ആയിട്ടുള്ള ഗോതമ്പ് ദോശ, അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തു, അതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുത്തു. എനിക്ക് ഈ തക്കാളി ചട്നിയും ഈ ഗോതമ്പ് ദോശയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ തക്കാളി ചട്നിയുടെ ഒപ്പം നമ്മുടെ മുട്ട പുഴുങ്ങിയത് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാരണം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇത്. അപ്പോഴേക്കും അപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ, മുട്ട പുഴുങ്ങിയത്, തക്കാളി ചട്നി, പിന്നെ ചായയും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 10-11 മണിയായപ്പോഴേക്കും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ജ്യൂസ് കുടിക്കാൻ തോന്നി. അപ്പം നോക്കിയപ്പോൾ ഒരു നമ്മുടെ മുസമ്പി നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് അതിനകത്തിട്ട് കൊടുത്തു. പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചു, പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തു. ഈ കപ്പ് കണ്ടോ? ഈ സിപ്പർ കണ്ടോ? ഈ സിപ്പർ എനിക്ക് വുമൻസ് ഡേയുടെ അന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നതാണ്. വുമൻസ് ഡേയുടെ അന്ന് ഓഫീസിൽ നിന്ന് തന്ന ഗിഫ്റ്റാണ് ഈ സിപ്പർ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചൂട് സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കലത്തിലോട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കൂടി കഴിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൊമേഴ്സ് സ്ട്രീറ്റിൽ പോയാലോ എന്നൊരു ചിന്ത വന്നു, കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വേഗം റെഡിയായിട്ട് പിന്നെ ഞങ്ങൾ കൊമേഴ്സ് സ്ട്രീറ്റിലോട്ട് പോയി. നിങ്ങൾ ബാംഗ്ലൂർ കൊമേഴ്സ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ ഒത്തിരി വിലക്കുറവിലൊക്കെ നമ്മുടെ ക്ലോത്തും അതുപോലെ ബാഗുകൾ, പിന്നെന്താണ് നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ, ഫാൻസി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും എല്ലാനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.